ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംശയത്തിന് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് ഇവിടെ മറുപടി തന്നിട്ടുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാണ് ആ സമയം, എൻഡ് ഓഫ് ദ ടൈമിൽ, ഒടുവിലാണ് കർത്താവ് 1-ാം നൂറ്റാണ്ടിൽ ഈ യൂനിയാവ് എന്ന സ്ത്രീയെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ, ഫേബെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ, യേശു കർത്താവിൻ്റെ തലയിൽ എണ്ണയൊഴിച്ച് അവൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മറിയ എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ മർക്കോസ് 14-3 മുതൽ വായിക്കണം. ശിഷ്യന്മാരത് കണ്ടിട്ട് പറഞ്ഞു, അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ശിഷ്യന്മാരത് കണ്ട് മുഷിഞ്ഞു എന്നാണ്. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു, ഇത് വെറും ചിലവ് എന്തിനെന്ന്. ഇതല്ലേ ഇന്ന് എല്ലാ ദേവദാസന്മാരും ചോദിക്കുന്നത്. ദൈവം നിങ്ങളോട്